ഹേ ഗായ്സ്, മൂഫിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാൻ ഈ ഒരു വ്ളോഗ് ഇടാനുള്ള കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ കമൻസിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഏറ്റവും വിലക്കുറവിന് നിങ്ങൾക്ക് ചെരുപ്പുകളും അതേപോലെ തന്നെ ഷൂസൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് ഇത് വരുന്നത്. കോർണർ ഫുഡ് വെയർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഇവിടെ കിഡ്സിൻ്റെതും അതേപോലെ തന്നെ വുമൻസിൻ്റെ ഒക്കെ ഫുഡ് വെയർ കിട്ടുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് കച്ചവടക്കാരൊക്കെ ഉണ്ട്, വസ്ത്രങ്ങളൊക്കെ കിട്ടുന്ന. പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിനാണ് ഈ ഒരു ഷോപ്പ് വരുന്ന അവസാനം എൻഡിൽ മിഠായിത്തെരുവിൻ്റെ. അപ്പം ഈ ഒരു ഷോപ്പ് നോട്ട് ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് ഇവിടുന്ന് ചെരുപ്പുകളും അതേപോലെ തന്നെ കിഡ്സിൻ്റെ ചെരുപ്പുകളൊക്കെ കിട്ടും, ഷൂസും കിട്ടും. നമുക്ക് ലാസ്റ്റ് എൻഡ് മുതൽ അങ്ങ് തുടങ്ങാം. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട്, അതായത് നമ്മൾ നേരെ ഇനി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ഏറ്റവും വിലക്കുറവിന്, അതായത് 5 രൂപ മുതലൊക്കെ പാത്രങ്ങളും അതേപോലെ തന്നെ വീട്ടു സാധനങ്ങളൊക്കെ കിട്ടുന്ന ഇതേപോലത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഈ ഒരു വഴികളിലാണ് കാണാം. 20 രൂപ 22 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പം ഇതേപോലത്തെ 5 രൂപക്ക് കിട്ടുന്ന ഷോപ്പുകളും ഈ ഒരു ഏരിയയിൽ കുറേ വരുന്നുണ്ട്. പിന്നെ വാച്ച്, അതേപോലെ തന്നെ ബാഗ്, പിന്നെ അതേപോലെ തന്നെ വസ്ത്രങ്ങളും നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന കുറച്ച് കടകളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഹൽവ അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ബേക്കറി ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കുറച്ച് കടകളൊക്കെ കാണാം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സൈഡിലൂടെ പോകുന്ന ഈ ഒരു ഭാഗമല്ലേ, ഇവിടെ നമുക്ക് അബായ, അതായത് പർദ്ദകളൊക്കെ വിലക്കുറവിന് കിട്ടുന്ന ഒരു ഏരിയയാണ്. എന്നോട് കുറച്ച് പേര് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പർദ്ദ എന്ന് പറഞ്ഞാൽ അബായ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. പിന്നെ ഇതേപോലെ നമുക്ക് എപ്പോൾ പോയാലും രാത്രിയായാലും പകലായാലും ഒക്കെ ഇങ്ങനെ വഴിയോര കച്ചവടക്കാരൊക്കെ കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ചില ഏരിയകളിലൊക്കെ വഴിയോര കച്ചവടക്കാർ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ കോഴിക്കോടൻ ഹൽവ ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ കോഴിക്കോടൻ ഹൽവ ഒക്കെ കിട്ടുന്ന ഒത്തിരി കടകളൊക്കെ ഈ ഒരു ഭാഗത്ത്, അതായത് മിഠായിത്തെരുവിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ റാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ഷോപ്പില്ലേ, ഈ ഒരു ഷോപ്പ് എന്താ, ഇത് നേരെ ടേണിങ് ചെയ്താൽ കാണുന്നതാണ് MP റോഡ്, അതായത് മൊയ്തീൻ പള്ളി റോഡ്. എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ അത് കയറുന്ന എൻട്രൻസിൽ തന്നെ ഇതേപോലെ ഷോക്സ്, അതേപോലെ തന്നെ പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഇതേപോലത്തെ വഴിയോര കച്ചവടക്കാർ. വസ്ത്രങ്ങളൊക്കെ 30 രൂപക്കും അതേപോലെ തന്നെ 10 രൂപക്കും 50 രൂപക്കും 100 രൂപക്കൊക്കെ ഇവിടെ ചില സമയങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. എപ്പോഴും നല്ല ചില സമയങ്ങളിലൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിരവധി ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പുകളും അതേപോലെ തന്നെ റിറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പുകളും വഴിയോര കച്ചവടക്കാരൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് നമ്മളെ മിഠായിത്തെരുവിൽ വന്നിട്ടുള്ള ഒരു ഷോപ്പാണിത്. അത് ആദ്യം ഇതൊരു ഫുള്ളായിട്ടൊരു വസ്ത്രങ്ങളുടെ ഒരു ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത്, റെഡിമെയ്ഡ് ഷോപ്പായിരുന്നു. പിന്നെ അവിടെ കുറേ ഇപ്പോൾ സാധനങ്ങൾ, അതായത് ഹെയർ ആക്സസറീസ്, ജ്വല്ലറീസ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ആക്കിയിട്ടുള്ള ഒരു ഷോപ്പായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊളംബോ സ്റ്റോർ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് വരുന്നത്, അത് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ഇതേപോലെ നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള, പലരും ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട് വന്നാൽ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ. അത് മിഠായിത്തെരുവിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ വരുന്നുണ്ട്. MP റോഡിന് അങ്ങ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ ഒരു വഴികളിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വഴിയോര കച്ചവടക്കാരെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒയാസിസ് കോമ്പൗണ്ട്, അതായത് മിഠായിത്തെരുവിൻ്റെ തന്നെ ഒരു ഹോൾസെയിൽ ഏരിയ. പ്രത്യേകിച്ച് ഈ ഷോപ്പുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ വന്നിട്ട് സാധനങ്ങൾ എടുത്തു പോകുന്നൊരു ഭാഗമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നവർ, അതേപോലെ തന്നെ ഈ എൻഗേജ്മെൻറ്റ് ഹാമ്പർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അവർ ഷോപ്പ് നല്ല വാങ്ങുക, അതേപോലത്തെ ഹോൾസെയിൽ ഏരിയ. എന്നാൽ അവർക്ക് മുതലാവുള്ളൂ. നിങ്ങളിപ്പോൾ ആരെങ്കിലും ചെയ്യുന്നവരാണ്, ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡേ ടു ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കടക്ക് ഇതിനുള്ളിൽ വരുന്നുണ്ട്, ഈ ഒരു ഒയാസിസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ റേറ്റിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേര് സാധനങ്ങൾ വാങ്ങി പോകുന്നത്. ഈ ഒയാസിസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തിരി പോക്കറ്റ് റോഡൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ ചെന്നാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ടൊക്കെ ഒരു കടകളൊന്നുമല്ല, ഒത്തിരി കടകളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വില ഒക്കെ നോക്കിയിട്ട്, അതായത് ഒരു കടയിലുള്ള റേറ്റ് ആയിരിക്കില്ല അതേ സെയിം സാധനത്തിന് മറ്റു കടയിൽ വരുന്നത്. അപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ മിനിമം ചില കടകളിൽ 12 പീസ്, ചില കടകളിൽ 24 പീസ്, ചില കടകളിൽ 6 പീസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കടകളെ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. എനിക്ക് ചെരുപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഒയാസിസ് കോമ്പൗണ്ടിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അധികം അവർ, പ്രത്യേകിച്ച് പുതുതായിട്ട് വരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലർക്ക് എപ്പോഴും വരുന്നവർക്ക് ഈ ഒരു ഏരിയ അറിയാൻ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അധികം സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് റേറ്റ് വെച്ചിട്ട് ഇവിടെ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കിഡ്സിൻ്റെ ടോയ്സ് അതൊക്കെ കിട്ടുന്ന
ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. ബാഗ്, സ്റ്റേഷനറി ഐറ്റംസ്, അതേപോലെ തന്നെ ഫുഡ് വെയർ, വസ്ത്രങ്ങൾ, പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് കിട്ടും. പിന്നെ ഈ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്ന ആൾക്കാർ കണ്ടോ, ടൈലറിങ്ങിൻ്റെയൊക്കെ സാധനങ്ങൾ, അതേപോലെ തന്നെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഇതേപോലത്തെ കടകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പോക്കറ്റ് റോഡിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഷോപ്പിൻ്റെ പേരൊന്നും എടുത്തു പറയാത്തത്, നിങ്ങൾ ജസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കി നോക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് കയറിയാൽ തന്നെ ഈ ഒരു മൊത്തത്തിലൊരു ഏരിയയിൽ അങ്ങ് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കടകൾ എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. എല്ലാ പോക്കറ്റ് റോഡിനുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇതേപോലെ കുറേ കുട്ടി ഷോപ്പുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ഹോൾസെയിൽ ഏരിയയാണ്. ഇപ്പോൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുന്നൊരു ഏരിയ കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പേപ്പർ കവറുകൾ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകൾ, പിന്നെ കാർപ്പറ്റ്, ബെഡ്ഷീറ്റ്, അതേപോലെ തന്നെ ഇതേപോലത്തെ ചവിട്ടികൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ ഷോപ്പുകൾ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് മിഠായി തെരുവിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് എവിടെ വരുന്നതെന്നുള്ളത്. ബൈക്ക് പാർക്കിംഗ് ഒയാസിസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കാണാം. അപ്പോൾ നിങ്ങൾ ബൈക്ക് പാർക്കിംഗ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഫ്രീ പാർക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഈ സോപ്പ്, അതേപോലെ തന്നെ ഡിറ്റർജൻസ് ഒക്കെ കിട്ടുന്ന വിലക്കുറവിന് കിട്ടുന്ന ഭാഗങ്ങളും ഈ ഒരു ഒയാസിസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒയാസിസ് കോമ്പൗണ്ടിൻ്റെ ഒരു വീഡിയോ ഒരു വർഷം, എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ്. പിന്നെ അതിന് ശേഷം ഞാൻ അപ്ഡേഷനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ ഏരിയ വരുന്നത്. ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സ്റ്റേഷനറി ഷോപ്പുകളൊക്കെ കാണാം. പിന്നെ എന്നോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജ്വല്ലറി ആക്സസറീസ് ഒക്കെ, അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ വിലക്കുറവിന് കിട്ടുന്ന, അതായത് ഹോൾസെയിലായിട്ട് കിട്ടുന്ന, ബിസിനസ്സൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കാം മേ ബി, അങ്ങനെയുള്ള കട ഉണ്ടോയെന്നല്ല. അങ്ങനെ ഒരു ഷോപ്പ് MP റോഡ്, അതായത് ഈ ഒരു ഏരിയയിൽ തന്നെ മൊയ്തീൻപള്ളി റോഡിന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് ഈ ഒരു ഭാഗമാണ് അത് വരുന്നത്. നമുക്കങ്ങനെ ഒരുപാട് ഹെയർ ആക്സസറീസ്, അതേപോലെ തന്നെ ജ്വല്ലറീസ്, ഫാൻസിയിലേക്ക് ആയിട്ട് സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് മാത്രമേ കിട്ടുള്ളൂ. റീറ്റെയിൽ പ്രൈസ് അല്ല, ഹോൾസെയിൽ പ്രൈസാണ് വരുന്നത്. പിന്നെ സിംഗിൾ പീസ് കിട്ടില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു ഏരിയ ഉപകാരപ്പെടും. പിന്നെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, അതേപോലെ തന്നെ വസ്ത്രങ്ങൾ, ഇതൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു MP റോഡ്. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ പലപ്പോഴും ഗേൾസിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് ബോയ്സ് കുറച്ച് പേര് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സാധനങ്ങൾ ഇതേപോലെ വിലക്കുറവിനൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ. അപ്പം ആ ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഏതായാലും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേമാതിരി ബാഗുകളൊക്കെ കിട്ടുന്ന കുറച്ച് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം വരുന്നത് ബാറ്റ ഷോപ്പ് വരുന്നുണ്ട്, നമ്മളെ മിഠായി തെരുവിൽ. അതിൻ്റെ നേരെ തൊട്ടടുത്തായിട്ടുണ്ട്. എപ്പോഴുള്ള സ്ഥിരം ഏരിയയാണ് ഇത് വരുന്നത്. ഇവിടെ കുറച്ച് വിലക്കുറവുണ്ട്. പിന്നെ കുറച്ച് മോഡൽസ് ബാഗുകളൊക്കെ കിട്ടും. പിന്നെ SMCT എന്നൊക്കെ നിങ്ങൾ ബാഗുകൾ വാങ്ങുകയാണെങ്കിൽ 100 രൂപക്ക് 200 രൂപക്ക് കിട്ടുന്ന ബാഗുകൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പലരും നമ്മളെ കമൻറ്റിൽ ഇടാറുണ്ട്. അപ്പം നമുക്കൊരു ഫാഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് കാലമൊക്കെ. ബോയ്സിൻ്റെ നല്ല വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയാണ് മെൻസ് മാൾ, അതേപോലെ തന്നെ കോർട്ട് റോഡ്. ഈ കോർട്ട് റോഡിന് കയറി കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങളെല്ലാ സാധനങ്ങളും ബോയ്സിൻ്റെത് കിട്ടുന്ന വിലക്കുറവിനും അതേപോലെ തന്നെ വില കൂടുതലുള്ള ഷോപ്പുകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ കോർട്ട് റോഡ്. അപ്പോൾ കോർട്ട് റോഡ് മിസ് ചെയ്യേണ്ട, PM താജ് റോഡ് മിസ് ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ SMCTൻ്റെ വീഡിയോസ് ഏകദേശമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കാലങ്ങളിലൊക്കെ നമ്മൾ പേഴ്സണൽ വീഡിയോസും ട്രാവലിംഗ് വീഡിയോസൊക്കെയാണ് നമ്മളെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ലാസ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വ്ളോഗായിട്ട്, പുതിയൊരു വ്ളോഗായിട്ട് വരുന്നത് വരെ മുഫിയാണ്. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ ബൈ ഗൈസ്.